ഇന്ന് നമ്മുടെ സർഗം കിച്ചണിൽ നമ്മൾ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡാണ് തയ്യാറാക്കുന്നത്. അതായത് പ്രോട്ടീൻ ബാർ. കാലത്ത് ബ്രേക്ക്ഫാസ്റ്റിന് ഇതൊരെണ്ണം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബോഡിക്ക് വേണ്ട എല്ലാ വിറ്റാമിൻസും അതിലുണ്ടാവും. നല്ലോണം പ്രോട്ടീൻ റിച്ച് ഐറ്റംസാണ് നമ്മൾ ഇതിൽ ചേർത്തുള്ളത്. ഡ്രൈ ഫ്രൂട്ട്സ്, അതായത് ബദാം, അണ്ടിപ്പരിപ്പ്, പിന്നെ സൺഫ്ലവർ സീഡ്, പംകിൻ സീഡ്, ഫ്ലാക്സ് സീഡ്സ്, ഓട്സ്, ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് പ്രോട്ടീൻ ബാർ തയ്യാറാക്കിയുള്ളത്. ഇന്ന് നമുക്ക് നമ്മുടെ കിച്ചണിൽ പ്രോട്ടീൻ ബാർ തയ്യാറാക്കാം. ചോക്ലേറ്റ് പോലെ ടേസ്റ്റ് ഉള്ളതിന്. അപ്പോൾ അതൊരു പീസ് കഴിച്ചാൽ മതി. നമുക്ക് പിന്നെ വേറെ ഫുഡിൻ്റെ ഒന്നും ആവശ്യമില്ല. കംപ്ലീറ്റ് നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സും ഓട്സും വെച്ചിട്ടാണ് തയ്യാറാക്കിയുള്ളത്. നമുക്ക് ഈസി ആയിട്ട് ഇതുപോലെ ബാർ ഷേപ്പിലോ അല്ലെങ്കിൽ റൗണ്ട് ഷേപ്പിലോ ഒക്കെ ഇത് നമുക്ക് തയ്യാറാക്കാം. ഡ്രൈ ഫ്രൂട്ട്സ് വെച്ചിട്ട് നമുക്കതൊന്ന് പൊടിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇത് നമുക്ക് തയ്യാറാക്കി സ്റ്റോർ ചെയ്ത് വെക്കാം. പെട്ടെന്ന് കേടൊന്നും ആവില്ല. പിന്നെ നമുക്കിത് ഈസി ആയിട്ട് തയ്യാറാക്കുകയും ചെയ്യാം. അതിനുവേണ്ടി ഞാൻ ബദാം 1/2 കപ്പ് ചെറുതാക്കി നുറുക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കാഷ്യൂനട്ട് 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ ഓട്സ് 2 കപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ ഫ്ലാക്സ് സീഡ്സ് 1/4 കപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് പംകിൻ സീഡ്, ഇത് സൺഫ്ലവർ സീഡ്, ഇതൊക്കെ 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ ഈന്തപ്പഴം ഒരു 25 എണ്ണോളം എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് കിസ്മിസ് 1/4 കപ്പ് എടുത്തിട്ടുണ്ട്. കുരുമില്ലാത്ത മുന്തിരിയാണ് എടുത്തുള്ളത്. പിന്നെ അതുപോലെ തന്നെ വാൾനട്ടും 1/4 കപ്പ് എടുത്തിട്ടുണ്ട്. ആദ്യം നമുക്കൊരു പാൻ ചൂടാക്കാൻ വെച്ച് ബദാം ചൂടാക്കുക. അതൊന്ന് ഞാൻ ചെറുതാക്കിയിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോൾ കാഷ്യൂനട്ട് കട്ട് ചെയ്ത് ചേർക്കാം. എല്ലാതും ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് വേണം ഒന്ന് പൊടിക്കാനായിട്ട്. ഇപ്പോൾ ചൂടായി വേണ്ടി നമ്മൾ വാൾനട്ട് ചേർക്കുന്നുണ്ട്. അതിലേക്ക് തന്നെ നമ്മൾ പംകിൻ സീഡ് ആണിത്. ഇതൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. പിന്നെ നമ്മൾ ചേർക്കേണ്ടത് സൺഫ്ലവർ സീഡാണ്. അളവൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞില്ല. ഇതൊക്കെ നല്ല പ്രോട്ടീൻ സോഴ്സാണ്. ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് നമുക്ക് പൊടിച്ച് ഒരു ബാർ ഷേപ്പിൽ, അതായത് നീളം ഷേപ്പിലോ മിഠായിയുടെ ഷേപ്പിലോ ഒക്കെ എടുത്ത് വെച്ച് യൂസ് ചെയ്യാം നമുക്ക്. ഇനി നമുക്ക് ഇതിലേക്ക് അവസാനം നമ്മുടെ ഫ്ലാക്സ് സീഡ്സ് ചേർക്കുന്നുണ്ട്. ഫ്ലാക്സ് സീഡ്സ് പെട്ടെന്ന് ചൂടാവും. വേണ്ട, ഫ്ലാക്സ് സീഡ്സ് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് പൊട്ടിഞ്ഞ് നമുക്ക് ഓഫ് ചെയ്യാം. എന്നിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അതല്ലാതെ ഒരു ചെറിയൊരു ചൂടായാൽ മതി. ഒന്ന് പൊടിഞ്ഞു വരാനുള്ളൊരു പാകമായാൽ മതി. അപ്പം നമ്മൾ ഒരു പാൻ ചൂടാക്കി ഓട്സ് സെപ്പറേറ്റ് ചൂടാക്കാം. ഇതൊക്കെ ഒന്ന് തണവ് കിട്ടാൽ മതി. പെട്ടെന്ന് തന്നെ പൊടിഞ്ഞു കിട്ടുന്നതാണ്. എല്ലാം കൂടി എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പം നമ്മൾ ഓട്സ് ചൂടാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു കടായി ചൂടാക്കി കുറച്ച് നെയ്യ് ചേർക്കാം. അതിലേക്ക് നമുക്ക് ഈന്തപ്പഴം നല്ലോണം ഒന്ന് ഒലത്തിയെടുക്കാം. ഒന്ന് പേസ്റ്റ് പോലെ ആവാൻ വേണ്ടിയിട്ടാണ്. ഈന്തപ്പഴം ഒന്ന് വെന്ത് വരുമ്പോൾ മിക്സിയിലൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് വരുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് വന്നോളൂ. സോഫ്റ്റായിട്ടുണ്ട്. ഇനി നമുക്ക് എടുക്കാം. ഇനി ക്രഷ് ചെയ്യുന്നതോടുകൂടി ഓക്കെ ആവും. നമുക്ക് നമ്മുടെ കിസ്മിസ് ചേർക്കാം. നെയ്യിലൊന്ന് മൂക്കണം. അത് ഇത്രയും ആവശ്യമുള്ളത്. ജസ്റ്റ് ഒന്ന് ചൂടായി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓഫ് ചെയ്ത് എല്ലാതും ഒന്ന് മിക്സിയുടെ ജാറിലിട്ടൊന്ന് ഒതുക്കി കൊണ്ടുവരാം. നമുക്ക് നട്ട്സ് ഒന്ന് ജസ്റ്റ് ഒരു തരിതരിപ്പായിട്ട് പൊടിച്ചു കൊണ്ടുവരാം. അപ്പം നട്ട്സൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് കൊണ്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഈ ഈന്തപ്പഴം നെയ്യിലൊന്ന് വഴറ്റിയത് നമ്മളൊന്ന് ജസ്റ്റ് ക്രഷ് ചെയ്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അതൊന്ന് മിക്സ് ചെയ്യാം. പിന്നെ നമ്മൾ ഓട്സ് അതൊന്ന് ചൂടാക്കിയിട്ടുള്ളൂ. അതൊന്ന് പൊടിച്ചിട്ട് ഓൾറെഡി തരിതരിപ്പാണല്ലോ. അതൊന്ന് മിക്സ് ചെയ്യാം. പിന്നെ നമ്മുടെ നെയ്യിലൊന്ന് മൂപ്പിച്ചെടുത്ത കിസ്മിസും ചേർത്തിട്ടുണ്ട്. ഇനി എല്ലാതും കൂടി ഒന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. 1/2 കപ്പ് തേൻ ചേർക്കാം. 1/2 കപ്പ് പീനട്ട് ബട്ടർ. ഒന്ന് ചൂടാക്കിയാൽ മതി. ഇപ്പം പീനട്ട് ബട്ടർ ഇങ്ങനെ ലൂസായിട്ട് കിട്ടും. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇപ്പം തേൻ 1/2 കപ്പ് ചേർത്തു. അതുപോലെ തന്നെ പീനട്ട് ബട്ടർ എടുത്തു. അതൊന്ന് മിക്സ് ചെയ്ത് ഓരോ ബാറാക്കി തയ്യാറാക്കാം. നമ്മൾ ഒരു ചോക്ലേറ്റ് ബാർ മോൾഡിൽ ഒക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. അല്ലാതല്ല, ജസ്റ്റ് കുറച്ചെടുത്തിട്ട് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ സ്ക്വയർ ഷേപ്പിലോ അങ്ങനെ ഏത് പാത്രത്തിൽ വേണമെങ്കിൽ നമുക്ക് ഇതുപോലെ സെറ്റ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഡാർക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തതിന് ശേഷം ഇതിന് മുകളിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അത് അടിയിൽ ചോക്ലേറ്റും മുകളിൽ നമ്മുടെ നട്ട്സായിട്ട് കിട്ടും.
അപ്പം നമ്മൾ മോൾഡിൽ നിന്നൊക്കെ മാറ്റിയിട്ട് കണ്ടത്, അതായത് ഈ ഒരു മോൾഡിൽ ഞാൻ വെച്ചിട്ടുണ്ട്. അടിയിൽ ഡാർക്ക് ചോക്ലേറ്റും പിന്നെ പ്രോട്ടീൻ ബാറുന്നത് ഈ ഷേപ്പിൽ തയ്യാറാക്കില്ല. അപ്പം നമുക്ക് ഓരോ പീസായിട്ട് പൊട്ടിച്ചിട്ട് എടുക്കാം. അതിൻ്റെ ഒരു ഹാഫ് വെച്ചിട്ട് കഴിക്കാം. ഒരേ സെഗ്മെൻ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ വേറൊരു മോൾഡിൽ തയ്യാറാക്കിയിട്ടുണ്ട്, ഇത്തിരി വലിയ കട്ട പോലെ ആയിട്ട്. പിന്നെ നമ്മൾ വേറൊരു മോൾഡിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ വേറെ ഒരു മോൾഡിൽ തയ്യാറാക്കിയിട്ടുണ്ട്. ഇതിൽ ഡാർക്ക് ചോക്ലേറ്റ്, ഇവിടെ ഡാർക്ക് ആൻഡ് വൈറ്റ് ജസ്റ്റ് മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇങ്ങനെ ഒരു ബാർ തയ്യാറാക്കി കഴിഞ്ഞാൽ നമുക്ക് നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കാം. അപ്പം നമുക്ക് ശരീരത്തിന് നല്ലതാണ് പ്രോട്ടീൻ അടങ്ങിയ ഫുഡ്. അപ്പം ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്രോട്ടീൻ ഫുഡാണ്. പുറത്തുനിന്നൊന്നും നമുക്ക് വാങ്ങണ്ട, വീട്ടിൽ തന്നെ ഇതുപോലെ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ വെച്ചിട്ട് ഈസി ആയിട്ട് തയ്യാറാക്കാം.